ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനസ്സിലെ അവള് നിന്നോട് ചെയ്ത ചതിയും വഞ്ചനയും ഇങ്ങനെ തികട്ടി വരുവാ പ്രതാപ. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാജു, എന്താ ഒരു കേറിങ്? അടുത്തൊന്നും മാറുന്നേ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ കാര്യത്തിൽ മോശമായിരുന്നോ? എനിക്കൊരു ചെറിയ പനി വന്നപ്പോ ഡോക്ടർ തന്ന മെഡിസിനിലെ വിശ്വാസമില്ലാതെ എന്തൊക്കെയോ അഡീഷണൽ മരുന്നുകൾ തന്നു. ചുക്കും കുരുമുളകും തുളസിയിലയും കൂടി ഇട്ട കാപ്പി, പിന്നെ തുളസിയിലയും കൂർക്കയും എന്തോ രാമയിട്ട് ആവി പിടിച്ചു. ആമയും മുയലൊന്നും അല്ല, തഴുതാമ, ഒരു പച്ചമരുന്ന്. പിന്നെ കൂർക്കയല്ല, പനിക്കൂർക്ക. പിന്നെ ഈ ആമ മരുന്ന് കൂടാതെ റൂമിൽ കിടന്ന് വട്ടം കറങ്ങി ചില എക്സ്പ്രഷൻസും. വെപ്രാളം, പരവേശം, ആദി, വ്യാധി. അന്ന് ഞാൻ രാജുവിന്റെ പേര് മാറ്റി, വെപ്രാളം രാജു. ഋതികയുടെ പേരൊന്ന് ഞാൻ മാറ്റി. എന്റെ പുതിയ പേരെന്താ? പനിക്കൂർക്ക. പനിക്കൂർക്കയോ? ആ, വെപ്രാള രാജു പനിക്കൂർക്ക. നല്ല ചേർച്ച. നല്ല കോമ്പിനേഷൻ എന്ന് പറയേ. കോമ്പിനേഷനോ? ഓ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഓർത്തു വെച്ചതാ. ഓർക്കുമ്പോ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നുപോകും. എന്താ ചോദിക്കാനുള്ളത്? രാജുവിന് എന്റെ അമ്മ എവിടെയായിരുന്നു കൃത്യമായിട്ട് അറിയായിരുന്നു. പിന്നെ എന്തിനാ എന്നോടത് മറച്ചു വെച്ച രാജു? അടുത്ത അടി തുടങ്ങാനുള്ള ഒരുക്കാണോ? അടിയും പിടിയൊന്നും ഉണ്ടാക്കാനല്ല. സത്യം പറയേ, എന്തിനാ മറച്ചു വെച്ചേ? പിള്ളേരെ, സ്വാതന്ത്ര്യ സമര സേനാനി ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയോ? ആ, അംബികാവർമ്മ. ദൈവമേ, ദാ പോയി ഇതേ വന്നു. ആ SP മേഡം അവരുടെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുത്താ മതിയായിരുന്നു. ഇത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങാണല്ലോ ശേരേട്ടാ. അവര് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കോ വല്ലതും ചെയ്യോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ വക്കീലിനെയും കൂട്ടിയായിരിക്കും പോയിരിക്കുന്നത്. അവര് ജാമ്യത്തിൽ വിടും. ചായ എടുക്കട്ടെ ചേച്ചി? എനിക്കാരുടെ ചായ വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ പോലീസ് സ്റ്റേഷനിൽ. ഇല്ലാത്ത കേസ് എന്റെ തലയിലും ചുമതി. എന്നെ എന്നേക്കുമായി ജയിലിൽ അയക്കാമെന്ന് കരുതി. അവള് പതിയിരുന്ന് എന്നെ ആക്രമിക്കുകയായിരുന്നു. ഞാൻ ആരെയും കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുകയും അവരെ വളർത്തുകയും അവരുടെ ആപത്ത് സമയത്തും അല്ലാത്ത സമയത്തും കൂടെ നിന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ചേച്ചി ഒന്ന് സമാധാനപ്പെടും. എടാ, ഇനി എനിക്ക് എന്ത് സമാധാനം? തറവാട് തകർന്നപ്പോ അച്ഛൻ കേസ് പറഞ്ഞ് എല്ലാം വിറ്റ് തൊലച്ചപ്പോ ഞാൻ പട്ടിണി കിടന്ന നിന്നെയും പ്രതാപനെയും വളർത്തിയത്.
എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കിയ അത് ആങ്ങളമാർക്ക് കൊടുത്തിട്ട് ഞാൻ പട്ടിണി കിടക്കും. അമ്മേ കരയാതിരിക്കമ്മേ. എങ്ങനെ ഞാൻ കരയാതിരിക്കൂടാ? എന്റെ ആങ്ങളമാരെ ഞാൻ സ്നേഹിച്ചതിന് അവരെനിക്ക് തന്ന ശിക്ഷ. എല്ലാവർക്കും വേണ്ടി തകർത്ത് കളഞ്ഞതാ ഞാൻ എന്റെ ജീവിതം. ഒരു ജീവിതകാലം മുഴുവൻ എന്റെ ജീവിതം മറന്ന് ഞാൻ എന്റെ കൂടപ്പറപ്പുകളുടെ കൂടെ നിന്നു. അതിന് അവൾ എനിക്ക് തന്ന പ്രതിഫലം. ചേച്ചി കഴിഞ്ഞതെല്ലാം മറക്കാൻ നോക്കുക ചേച്ചി. എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും? എനിക്ക് നേരിട്ട അപമാനവും സങ്കടവും നിങ്ങളും കണ്ടതല്ലേ? അവളെന്റെ പ്രതാപന്റെ ജീവിതം തകർത്തിട്ട് പോയപ്പോ ഞാൻ എന്റെ കൂടപ്പിറപ്പിന്റെ കൂടെ നിന്നു. ഒരു മരണത്തിലേക്ക് നിൽക്കുവായിരുന്ന അവനെ ഞാൻ പിടിച്ചു നിർത്തി. അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പത്മാവതി കാരണം എന്റെ പ്രതാപൻ നേരിട്ട അപമാനം. ചതിക്കപ്പെട്ട ഭർത്താവല്ലേ അവൻ? സമൂഹത്തില് അവൻ നാണം കിട്ടില്ലേ? എന്റെ പൊന്നനിയൻ അവള് കാരണം എന്തൊക്കെ അനുഭവിച്ചു. നാണക്കേട്. സമൂഹത്തില് തലയുയർത്തി നടക്കാൻ പറ്റുമോ? കരയാതെ ചേച്ചി, ഇനി കരഞ്ഞിട്ട് എന്താ ഫലം? മനസ്സിലേ അവള് നിന്നോട് ചെയ്ത ചതിയും വഞ്ചനയും ഇങ്ങനെ തികട്ടി വരുവാ പ്രതാപ. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൾ അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോ കള്ള കേസും കൊണ്ട് വന്നിരിക്കുന്നു. ഹോ, എന്റെ ദൈവമേ, ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? കരയാനാണല്ലോ എന്റെ വിധി. ചേച്ചി കരഞ്ഞത് മതി. ചേച്ചി വാ.